പ്രൈസ് ദ ലോർഡ്. Praise the Lord. നമ്മുടെ ഇന്നത്തെ സ്റ്റഡി ഫോറത്തിലേക്ക് യേശുനാമത്തില് സ്നേഹപൂർവ്വം എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് യേശു കർത്താവാണ് എന്ന് പറയുന്നതിന്റെ ആഴവും അർത്ഥവും ഒക്കെ ശരിയായിട്ട് ഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം അതിന്റെ ശരിയായ വഴിയിലൂടെ നമുക്ക് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ ക്ലാസ്സുകൾ ഒത്തിരി ഉപകാരപ്രദമാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിക്ക് പ്രകാശം നൽകുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് നമുക്ക് മാധ്യസ്ഥം തേടാൻ. പ്രത്യേകമായിട്ട് ദൈവമേ ക്ലാസ്സുകൾ എടുക്കുന്ന ബഹുമാനപ്പെട്ട ഉപ്പാനിയച്ചനെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കാം. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അതിന്റെ ആ ഒരു വില മനസ്സിലാക്കിക്കൊണ്ട് ഈശോ എന്ന ആ ഒരു അറിവ്, അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ അറിവ് എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് ഈ സജീവമായിട്ട് ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിനായിട്ടും അനേകർ വീണ്ടും ഇതിലേക്ക് കടന്നു വരുന്നതിനായിട്ടും തടസ്സങ്ങൾ മാറുന്നതിനുമായിട്ടെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അമ്മയുടെ വിമല ഹൃദയത്തിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വേണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ചോ നമ്മൾ സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. ചെറിയ അച്ഛനെ കുറച്ചു നാളായിട്ട് കാണാറില്ല. ചെറിയ വന്നിട്ടുണ്ട്. അപ്പോ നമ്മുടെ വിഷയം യേശു കർത്താവാണ് എന്ന ആ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിനെ കർത്താവെന്ന് വിളിക്കുന്നതിന്റെ ദൈവശാസ്ത്രപരമായ സന്ദേശം, അർത്ഥം എന്തെന്ന് നമ്മൾ കാണാൻ ശ്രമിക്കുകയായിരുന്നു. അതിന് 5 അർത്ഥമാണുള്ളത് എന്ന് നമ്മൾ കണ്ടു. അതിൽ ഒന്നാമത്തേത്, യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന് എല്ലാ അർത്ഥത്തിലും പിതാവായ ദൈവത്തിന് തുല്യ പദവിയുള്ളവനാണ് എന്ന വിഷയം നമ്മൾ കാണുകയായിരുന്നു. അത് നമ്മൾ ഏതാണ്ട് മുഴുവനായിട്ട് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ അർത്ഥം, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള യേശുവിന്റെ അധികാരത്തെ പറ്റിയാണ്. അപ്പൊ യേശുവിനെ കർത്താവ് എന്ന് നമ്മൾ കുർബാനയിലും, ഇന്ന് ഞാൻ കുർബാന അർപ്പിച്ചപ്പോ പ്രത്യേകം അത് എൻ്റെ മനസ്സിലേക്ക് വന്നു. പലപ്പോഴും നമ്മളതൊന്നും ഓർക്കാതെ കർത്താവേ എന്ന് പറയുകയാണല്ലോ. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ കർത്താവെന്ന് വിളിക്കാൻ പോലും നമ്മുടെ നാവ് വിറയ്ക്കും. ഒരു സാധാരണ തോമസെന്നോ ഔസേപ്പെന്നോ ആരെങ്കിലും വിളിക്കുന്ന പോലെയല്ല കർത്താവിനെ വിളിച്ചപ്പോൾ. കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കില്ല, രക്ഷപ്പെടുമെന്നൊക്കെ നമുക്ക് വായിക്കുന്നു. കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുക, അത് വെറുതെ വിളിച്ചത് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റിയല്ല. ഈ ഈശോ യഹൂദന്മാരോട് തർക്കിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കും. അപ്പോ അമ്മേ എന്ന് ഞാൻ വിളിക്കുമ്പോ, എൻ്റെ അമ്മയെന്ന് വിളിക്കുമ്പോ എൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഫീലിങ്സ് ആണ് ആ സമയത്ത് വരുന്നത്. പക്ഷെ അമ്മയെന്ന് ഞാൻ വിളിക്കുന്ന ആ പേരിൽ ഞാൻ വേറെ പ്രായമുള്ള അമ്മച്ചിമാരെയൊക്കെ അമ്മച്ചിന്ന് ഞാൻ വിളിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ആ ഫീലിംഗ് വരുന്നില്ല. അമ്മയെന്ന് ഞാൻ എൻ്റെ അമ്മയെ വിളിക്കുമ്പോൾ അത് യുണീക്കായിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഇതുപോലെയാണ് കർത്താവെ നമ്മൾ വിളിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതം മുഴുവനെയും പിടിച്ചു കുലുക്കുന്ന ഒരു സംഭവമായിട്ട് വരും. ഇതിന്റെ അർത്ഥതലങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ വേണ്ടിയാണ്. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി നമ്മളുടെ പ്രാർത്ഥനയിലും നമ്മൾ ഈശോയെ പറ്റി പറയുമ്പോഴും എല്ലാം നമുക്ക് ഇത് നമ്മളിലൂടെ അത് പ്രകാശിതമാകണം. അത് നമ്മൾ ഉൾക്കൊണ്ട് പറയുമ്പോൾ അത് മറ്റുള്ളവരെ സ്വാധീനിക്കും. ഇപ്പൊ ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ ഓട്ടോ സർവേഴ്സ് പറയാറുണ്ട്, വായന നേരത്തെ കൊടുക്കുക നിങ്ങൾ. കാരണം ഈ വായിക്കുന്ന ആള് പെട്ടെന്ന് മലയാള ഭാഷയാൽ ആർക്കും വായിക്കാൻ പറ്റും. പക്ഷെ ആ വായന പല പ്രാവശ്യം വായിച്ച് അതിന്റെ സന്ദേശം ഉൾക്കൊണ്ടൊരാൾ വായിക്കുകയാണെങ്കിൽ അതിന്റെ പ്രസംഗത്തിന് ആവശ്യം വലിയല്ല. ആ വായനയിൽ തന്നെ കിട്ടേണ്ടത് കിട്ടും. അപ്പൊ ഈ ദിവ്യരഹസ്യങ്ങളൊക്കെ ഇങ്ങനെ പറയേണ്ട വിധത്തിൽ പറയണം.
ഞാൻ കർത്താവിന്റെ നാമത്തെ പറ്റി പറയുകയായിരുന്നു. അപ്പം കർത്താവിന്റെ നാമത്തെ കർത്താവെ എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. അപ്പൊ നമ്മള് പിതാവിന് തുല്യ പദവിയുള്ളവനാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ കാണുന്നത് പ്രധാനമായിട്ടും കർത്താവ് പരമാധികാരിയാണ് എന്നാണ്. അതിന് നമ്മൾ ആദ്യം വായിക്കുന്നത് മതബോധന ഗ്രന്ഥം 455 ഖണ്ഡികയാണ്. അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കർത്താവ് എന്ന അഭിധാനം ദൈവിക പരമാധികാരത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ കർത്താവ് എന്ന ആ വാക്ക് അധികാരത്തിന്റെ വാക്കാണ്. വെറും അധികാരമല്ല, പരമാധികാരമാണ്. അതും പോരാ, ദൈവിക പരമാധികാരം. അപ്പോൾ നമുക്ക് തന്നെ അറിയാലോ, നമ്മള് കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരോടും നമ്മൾ സംസാരിക്കുന്ന ഇടപെടുന്ന പോലെയല്ല നമ്മുടെ മേലുള്ള ഒരു അധികാരിയോട് നമ്മൾ ഇടപെടുന്നു, സംസാരിക്കുന്നു. അവിടെ തന്നെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഏറ്റവും മുകളിലിരിക്കുന്ന അധികാരിയോട് നമ്മൾ എങ്ങനെയായിരിക്കും ഇടപെടാൻ പോകുന്നത്? അപ്പോ കർത്താവ് എന്ന വാക്ക് അർത്ഥം സഭ പഠിപ്പിച്ചു തരികയാണ്. CCC 455 പറയാണ്, കർത്താവ് എന്ന അഭിധാനം എന്ന കോൺസെപ്റ്റ് ദൈവിക പരമാധികാരത്തെ സൂചിപ്പിക്കുന്നു. അതിനൊരു വിശദീകരണമായിട്ട് യൂത്ത് കാറ്റഗിസമാണ് യൂക്യാറ്റ് എന്ന് പറയുന്ന ബുക്ക്. അതിന്റെ 75 പാരഗ്രാഫ് നമ്പർ 75 പറയുന്നതാണ്: ക്രിസ്തുവിന് പ്രകൃതിയുടെ മേലും പിശാചുക്കളുടെ മേലും പാപത്തിന്റെ മേലും മരണത്തിന്റെ മേലും ദൈവികമായ അധികാരമുണ്ടെന്ന് പല അടയാളങ്ങളിലൂടെ അവിടുന്ന് തെളിയിച്ചു. അപ്പം ഈ കാറ്റ് 4 മേഖലകൾ പറയുകയാണ്. ക്രിസ്തുവിന്റെ അധികാരത്തിന് 4 മേഖലകൾ: പ്രകൃതിയുടെ മേൽ, അതുപോലെ പിശാചുക്കളുടെ മേൽ, പാപത്തിന്റെ മേൽ, മരണത്തിന്റെ മേൽ. ഇതിന്റെയൊക്കെ അർത്ഥം നമുക്ക് ഏകദേശം അറിയാം. പ്രകൃതിയുടെ മേൽ അധികാരത്തിന്റെ അടയാളമാണല്ലോ കർത്താവ് ഒന്ന് മിണ്ടിയപ്പോൾ കാറ്റും കടലും, അതുവരെ അലറിയ കാറ്റും കടലും ശാന്തം. അതുപോലെ തന്നെ പ്രകൃതി നിയമങ്ങൾ, വെള്ളം, അതിനെ ഒറ്റ വാക്കുകൊണ്ട് വീഞ്ഞാക്കി മാറ്റുന്ന പ്രകൃതിയുടെ മേൽ കർത്താവിനുള്ള അധികാരത്തിൽ ധാരാളം സംഭവങ്ങൾ ബൈബിളിൽ നമ്മൾ വായിക്കാൻ സാധിക്കും. അതിൽ പിശാചുക്കളുടെ മേൽ അധികാരം നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഗരസേനയുടെ നാട്ടിലെ ഒരു പിശാച് അതിനെ പറ്റി പറയുന്നുണ്ട്. അവന്റെ സ്വഭാവം വിശേഷിപ്പിക്കുന്നത് അവനെ ഒതുക്കി നിർത്താൻ ആർക്കും സാധിച്ചില്ലെന്നാണ്. സുവിശേഷത്തിലെ ഒരു വിശദീകരണം. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും സാധിച്ചില്ല. കാൽവിലങ്ങുകളും ചങ്ങലകളും ഇട്ട് പൂട്ടിയിട്ട് അതെല്ലാം പൊട്ടിച്ചെറിയുമായിരുന്നു. ആ പ്രദേശത്തേക്ക് ആർക്കും വരാൻ ഭയമാണ്. ആ തരത്തിൽ ആ നാട് മുഴുവനും വിറപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പിശാചി ബാധിതനാണ്. പക്ഷെ കർത്താവ് വന്ന് വഞ്ചിയിൽ ഇറങ്ങി കാല് കരയിൽ കുത്തിയ ഉടനെ അവൻ ഓടി വന്ന് കർത്താവിനെ കാൽക്കൽ വീണ്ടും വീഴ്ക്കും. എന്നിട്ട് അവൻ പറയുന്നൊരു വാക്കുണ്ട്: അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ യേശുവേ, എന്നെ പീഡിപ്പിക്കരുത്. ഇതൊന്നും ഈശോ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. പക്ഷേ അവന് മനസ്സിലായി ഇതാരാ വന്നിരിക്കുന്നത്. അവൻ സാഷ്ടാംഗം വീണ് എന്നിട്ട് അപേക്ഷിക്കുകയാണ്, എന്നെ പീഡിപ്പിക്കരുത്. തുടർന്ന കഥ നമുക്കറിയാം. അവനെ അപേക്ഷിക്കുന്ന പിശാച് അവനെ ഈ ഭൂമിയിൽ നിന്ന് ഓടിച്ചു കളയരുത്, പന്നികളുടെ കൂട്ടത്തിൽ കയറാൻ അനുവദിക്കണം, ഈശോ കരുണ കാണിച്ചത് സംഭവിക്കും. അപ്പോൾ അതുപോലെ ധാരാളം സംഭവങ്ങൾ അവിടെ വായിക്കാൻ നമുക്ക് പറ്റും. പിന്നെ എഫേസസ് ലേഖനം 1-ാം അധ്യായത്തില് 21-ാം വാക്യത്തിൽ കർത്താവിന് ഈശോയുടെ അധികാരത്തെ പറ്റി പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു ഒന്ന് വായിക്കാം. എഫേസസ് 1:21 വായിക്കാം ഒരാളെങ്കിലും. എഫേസസ് 1:21: എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും ഈ യുഗത്തിൽ മാത്രമല്ല വരാനിരിക്കുന്നതിലും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കുപരിയായ അവിടുന്ന് എല്ലാറ്റിനെയും അവന്റെ പാദങ്ങൾ കീഴിലാക്കുകയും, പിന്നെ ബാക്കിയുള്ള നമ്മൾ വായിക്കണമെന്നില്ല. അപ്പോൾ ഈ പ്രഭുത്വം, ആധിപത്യം, ശക്തി, അധികാരം എന്നൊക്കെ പറയുന്നത് ഈ നെതർ വേൾഡിനെ പറ്റിയാണ് പറയുന്നത്. തിന്മയുടെ ലോകത്തെ പറ്റി പറയുന്നതാണ്.
അതുപോലെ കൊളോസസ് 2:15 നമ്മൾ വായിക്കുന്നുണ്ട്. കൊളോസസ് 2:15 ആധിപത്യങ്ങളും അധികാരങ്ങളും നിരായുധമാക്കുകയും കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തു അവയെ പരസ്യമായി അവഹേളനപാത്രമാക്കി. അപ്പം പൈശാചിക ശക്തികളുടെ മേൽ മുഴുവന്റെ മേലും കർത്താവിന് സമ്പൂർണ്ണ ആധിപത്യം അധികാരം ഉണ്ടെന്ന് പറയുകയാണ്. അതുപോലെ പാപത്തിന്റെ മേൽ കർത്താവിന് അധികാരമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നതാണല്ലോ. കട്ടിലോട് കൂടി മേൽക്കൂര പൊളിച്ച് ഒരു തളർവാദ രോഗിയെ താഴേക്ക് ഇറക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ പണ്ഡിതന്മാരുണ്ട്, സ്ക്രൈബ്സ് ഉണ്ട്, വേദപുസ്തക പണ്ഡിതന്മാർ, പരിസയരും പണ്ഡിതന്മാരും ഉണ്ട്. അവരുടനെ അത്ഭുതപ്പെട്ടു പോവുകയാണ്, എങ്ങനെയാണ് ഇവർ ഇങ്ങനെ പറയാൻ പറ്റുന്നത്? പാപം മോചിക്കാനുള്ള അധികാരമോ അവർക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റിയില്ല. കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ പാപത്തിന് അധികാരമുള്ളൂ. ആർക്കും ഒരു നിസ്സാര പാപത്തിന്റെ മേലുള്ള അധികാരമില്ല. യേശുവിന് പൂർണ്ണ അധികാരമാണ്. അതുപോലെ മരണത്തിന്റെ മേലുള്ള കർത്താവിന്റെ അധികാരം, മരിച്ചവരെ ഉയർപ്പിച്ചത് അതിന്റെ സൂചനയാണ്. ഈശോ തന്നെയും മരണത്തെ ചവിട്ടിത്താത്തി 3-ാം ദിവസം മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈശോയുടെ അധികാരത്തെ പറ്റി നമ്മൾ പുസ്തകത്തിൽ കടന്നു പോകുമ്പോൾ കാണുന്ന ഒരു കാര്യം, ഈ ഭൂമിയിലെ സകല ഭരണാധികാരികളുടെ മേൽ കർത്താവിന് ആധിപത്യം ഉണ്ടെന്ന്. അന്നത്തെ കാലത്ത് രാജഭരണകാലത്ത് ബൈബിൾ എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് രാജാക്കന്മാരെന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സകല ഭരണാധികാരികളുടെ മേൽ, ലോകത്തുള്ള ഏറ്റവും വലിയ അധികാരം ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളുകൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാലും അവർ കർത്താവിന്റെ കാൽച്ചുവട്ട് താഴെ നിൽക്കുകയുള്ളൂ. വെളിപാട് പുസ്തകം 19:16 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു വിവരണമാണ് വെളിപാട് പുസ്തകം തരുന്നതാണ്. അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവും. യേശുവിനെ വിശേഷിപ്പിക്കുന്ന അങ്ങനെയാണ്, രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവും. വീണ്ടും വെളിപാട് പുസ്തകം 1:5 നമ്മൾ ഇത് തന്നെ വായിക്കുന്നുണ്ട്. ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപനായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം. അപ്പോൾ വെളിപാട് ഗ്രന്ഥം എഴുതുന്ന യോഹന്നാൻ ഏതെല്ലാം സഭയ്ക്കാണ് എഴുതുന്നത്, ആ സഭയിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്: ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപനായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം. വീണ്ടും വെളിപാട് 17:14 യേശുവിന്റെ ഭൂമിയിലുള്ള സകല അധികാരികളുടെ മേലുള്ള പരമാധികാരം വെളിപ്പെടുത്തുന്നുണ്ട്. കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും, എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. വെളിപാട് പുസ്തകം 17:14 പഴയ നിയമ ജനത, നമ്മൾ നേരത്തെ കണ്ടതാണത്, പഴയ നിയമ ജനത കർത്താവെന്ന് വിളിച്ചിരുന്ന യഹോവയായിരുന്നു. ഏശയ്യായുടെ പുസ്തകം 45:23 ദൈവമായ കർത്താവ് ഇതിനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അവിടുന്നാണ് പരമാധികാരി. ഏശയ്യ ഒരാൾ വായിച്ചത് നന്നായിരിക്കും. ഏശയ്യ 45:23. മൈക്ക് ഒന്ന് വായിച്ചേ. 45:23 അതെ. ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു, ഒരിക്കലും തിരിച്ചെടുക്കാത്ത നീതിയുടെ വാക്ക് എന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. എല്ലാവരും എന്റെ മുൻപിൽ മുട്ടുമടക്കും, എല്ലാ നാവും ശപഥം ചെയ്യും. ദൈവമായ കർത്താവാണ്. തീർച്ചയായിട്ടും മേശയായിലൂടെ സംസാരിച്ച ഈശോ അല്ലെന്ന് നമുക്കറിയാമല്ലോ. ദൈവമായ കർത്താവാണ്, യഹോവയാണ്. യഹോവ പറയാണ്, ശപഥം ചെയ്യുന്ന പറയും. അതായത് എല്ലാത്തിൻ്റെയും മേൽ അധികാരി ഞാനാണെന്ന് ശപഥം ചെയ്തുകൊണ്ട് എല്ലാവരും എൻ്റെ മുമ്പിൽ മുട്ടുകുത്തും. സകലരും എൻ്റെ മുമ്പിൽ മുട്ടുമടക്കി ഞാനാണ് കർത്താവെന്ന് ശപഥം ചെയ്യും. അതാണ് പിന്നീട് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ 2:10-11
നമുക്കത് 7 മുതൽ വായിച്ചാൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഫിലിപ്പിയർ 2:7 മുതൽ 11 വരെ. അപ്പൊ കർത്താവ് യഹോവ പറയാണ്, ഞാനാണ് എല്ലാത്തിൻ്റെയും മേൽ അധികാരി, എന്റെ മുമ്പിൽ എല്ലാവരും മുട്ടുമടക്കണം, എല്ലാവരും ഞാനാണ് കർത്താവ് എന്ന് ശപഥം ചെയ്യണം. ഇനി അത് പൗലോസ് അപ്പോസ്തലൻ അത് യേശു പറയുന്ന അല്ലെങ്കിൽ യേശുവിന്റെ അധികാരമായിട്ടാണ് അത് വ്യാഖ്യാനിക്കുന്നത്. ഫിലിപ്പിയർ 2:7 മുതൽ 11 വരെ. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിന്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഏറ്റുപറയുക എന്ന് പറയുന്നത് ശപഥം ചെയ്യുക എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ യഹോവ ആണ് കർത്താവെന്ന് എല്ലാ നാവുകളും ശപഥം ചെയ്യണം എന്ന് യഹോവ തന്നെ ഡിമാൻഡ് ചെയ്യാം. പൗലോസ് അപ്പോസ്തലൻ അത് ഇപ്രകാരം വ്യാഖ്യാനിക്കുകയാണ്, താഴ്ത്തി 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 എവിടം വരെ താഴാൻ പറ്റും അതിന്റെ മാക്സിമം താഴ്ത്തി യേശു. അത് പൗലോസ് ഇങ്ങനെയാണ് വിവരിക്കുന്നത്, മരണം വരെ വെറും മരണമല്ല, കുരിശ് മരണം വരെ തന്നെ താഴ്ത്തി. അങ്ങനെ എടുത്തു പറയാണ്. അന്നത്തെ യഹൂദരുടെ കാഴ്ചപ്പാടിൽ ലോകത്തിന്റെ സമഗ്രമായ ലോകത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഈ 3 ഇത് പറയുന്നത്. എന്താ? സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുഴങ്കാലുകളും മടങ്ങും, എല്ലാ നാവുകളും ഏറ്റുപറയും യേശുവാണ് കർത്താവ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതിന്റെ ഒരു അലയടിയാണ് ഇപ്പൊ ഇത് കേൾക്കുന്നത്, ഇപ്പൊ നമ്മൾ കാണുന്നത്. അതായത് പിതാവിന് തുല്യനായ വ്യക്തി മാത്രമല്ല, പിതാവിന്റെ അധികാരം ഏതെല്ലാം കാര്യങ്ങൾ വ്യാപിച്ചിട്ടുണ്ട് ആ മേഖലകളിലെല്ലാം യേശുക്രിസ്തുവിന് സമ്പൂർണ്ണ അധികാരമുണ്ട്. യേശുവിന്റെ അധികാരസീമയെ പറ്റി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മൂന്ന് ലോകങ്ങളെ പറ്റി, സ്വർഗം, ഭൂമി, പാതാളം, ഈ 3 ലോകങ്ങളിലുള്ള എല്ലാവരും ഈശോയുടെ മുമ്പിൽ ശപഥം ചെയ്ത് കീഴടങ്ങുന്നു. യേശുവിന്റെ അധികാരത്തെ പറ്റി പറയാം. യേശുവിന്റെ അധികാരത്തിന് രണ്ടാമത്തെ മേഖല പൗരോഹിത്യ അധികാരം. ആദ്യം പറഞ്ഞത് രാജകീയ അധികാരമാണ്, ഭരണം സംബന്ധിച്ച അധികാരം. ഇനി പറയുന്ന പൗരോഹിത്യ അധികാരമാണ്. പൗരോഹിത്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് വിശുദ്ധീകരണത്തിന് ശുശ്രൂഷയാണ്. ജനത്തെ വിശുദ്ധീകരിക്കുന്ന ദൗത്യമാണ് പുരോഹിതന്റെ ദൗത്യം. അപ്പോൾ ക്രിസ്തുവിന്റെ പൗരോഹിത്യ അധികാരത്തെ പറ്റിയാണ് നമ്മൾ കാണുന്നത്. അത് ഹെബ്രായ ലേഖനത്തിലാണ് അത് വളരെ വ്യക്തമായി വിശദമായി പഠിപ്പിക്കുന്നത്. ഈ ക്രിസ്തുവിന്റെ പൗരോഹിത്യം എപ്പോഴും മനസ്സിലാക്കാനായിട്ട് ഹെബ്രായ ലേഖനം പഴയ നിയമത്തിലെ പൗരോഹിത്യത്തെ ആദ്യം വിവരിക്കുകയാണ്. അതായത് മോശയുടെ കീഴിൽ സ്ഥാപിക്കപ്പെട്ട പൗരോഹിത്യമാണ് പഴയ നിയമത്തിലെ പൗരോഹിത്യം. അത് അഹ്റോന്റെ പൗരോഹിത്യം എന്നറിയപ്പെടുന്നു. അപ്പൊ അഹ്റോന്റെ പിൻതലമുറക്കാരും ചെയ്തിരുന്ന പൗരോഹിത്യ ശുശ്രൂഷയും യേശുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയും തമ്മിൽ ഹെബ്രായ ലേഖനകർത്താവ് വളരെ വിശദമായിട്ട് തന്നെ താരതമ്യം ചെയ്യുന്നുണ്ട്. അവിടെ ആദ്യം തന്നെ
മോശയുടെ കീഴിൽ സ്ഥാപിക്കപ്പെട്ട അഹ്റോന്റെയും പിന്മുറക്കാരുടെയും പൗരോഹിത്യത്തെക്കാൾ എല്ലാ രീതിയിലും വളരെ 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 ഉയർന്ന പൗരോഹിത്യമാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യ അധികാരം. അത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം. അപ്പോൾ മോശയുടെ കീഴിൽ ദൈവമായ കർത്താവ് തന്നെ സ്ഥാപിച്ച പൗരോഹിത്യം അഹ്റോന്റെ പൗരോഹിത്യമാണ്. അതാണ് ഇസ്രായേൽ ജനത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയിരുന്ന പൗരോഹിത്യ ശുശ്രൂഷ. അതാണ് ഈ മൽക്കിസദേക്ക് എന്ന് പറയുന്ന ആള് ഭൂമിയിൽ നിന്നുള്ള ആളല്ല എന്ന് പ്രാലേഖനം പറയുന്നുണ്ട്. ഭൂമിയിൽ നിന്നുള്ള ഒരാളല്ല, ഒരു സ്വർഗീയ വ്യക്തിത്വമാണ്. അതിൽ കവിഞ്ഞ് മൽക്കിസദേക്കിനെ പറ്റി ഒരു ഡീറ്റെയിൽസ് നമുക്കറിയാൻ പാടില്ല. ഭൂമിയിൽ നിന്നുള്ളവനല്ല. നമുക്കറിയാലോ, അന്നത്തെ കാലത്ത് മൃഗങ്ങളെ ബലി കഴിക്കുന്ന മൃഗബലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അബ്രാഹത്തിന്റെ കാലത്ത്. പക്ഷെ അന്ന് പോലും ഈ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ട് ബലിയർപ്പിച്ചുവെന്ന് നമ്മൾ വായിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ. അപ്പോൾ വളരെ അസാധാരണമായ ഒരു വ്യക്തിയാണ് മെൽക്കിസദേക്ക്. ഈശോയുടെ പൗരോഹിത്യം അഹ്റോന്റെ പൗരോഹിത്യത്തിൽ നിന്നെല്ലാം വളരെ വളരെ ഉയർന്ന പൗരോഹിത്യ ശുശ്രൂഷയാണ് കാണിക്കാൻ വേണ്ടി എബ്രായലേഖന കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ക്രിസ്തു പുരോഹിതനാണ് എന്ന് പറയും. അപ്പം അവിടെയും അതെടുത്തു പറയുന്നത് എന്തിനു വേണ്ടിയാണ്? പൗരോഹിത്യ അധികാരം നിസ്സാരാധികാരമല്ല. ദൈവജനത്തെ സംബന്ധിച്ച്, ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് രാജാവിന്റെ അധികാരത്തെക്കാളും വലിയ അധികാരം പൗരോഹിത്യ അധികാരമായിരുന്നു. രാജാവ് പോലും പൗരോഹിത്യ അധികാരത്തിന്റെ താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പൗരോഹിത്യ അധികാരം എന്ന് പറയുന്നത് ജനത്തിന്റെ വിശുദ്ധീകരണത്തിന്റെ അധികാരമാണ്. രാജാവിന് ഭൗതിക വസ്തുക്കൾ ഭരിക്കാനേ പറ്റൂ, സ്വത്തും കാര്യങ്ങളൊക്കെ നോക്കാം. പക്ഷേ മനുഷ്യ ആത്മാവിനെ തൊടുന്ന ശുശ്രൂഷ പൗരോഹിത്യ ശുശ്രൂഷയാണ്. അപ്പൊ ആ പൗരോഹിത്യ അധികാരം, യേശുവിന്റെ പൗരോഹിത്യ അധികാരം അനന്യമായതുകൊണ്ടാണ് യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ പോയിന്റ് ഇതാണ്. യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ ഒരു അർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഭൂസ്വർഗങ്ങളുടെ മേലെല്ലാം ഭരണാധികാരം യേശുവിനുണ്ട്, ഭരണാധികാരം. രണ്ടാമത്തെ അർത്ഥം പറയുകയാണ്, യേശുവിന് പൗരോഹിത്യ അധികാരം. അത് സാധാരണ പൗരോഹിത്യ അധികാരമല്ല. മോശയുടെ അഹ്റോന്റെ പാരമ്പര്യത്തിൽപ്പെട്ട പൗരോഹിത്യ അധികാരങ്ങളെ വളരെ ഉയർന്നു. അത് എങ്ങനെയാണെന്ന് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. 5 പോയിന്റ്സ് ആണ് പറയുന്നത്. ഒന്നാമത്തത്, അഹ്റോന്റെ പൗരോഹിത്യത്തിന്റെ പ്രത്യേകത, അത് ഭൂമിയിൽ മാത്രമേ ആ പൗരോഹിത്യ ശുശ്രൂഷയുള്ളൂ. സ്വർഗത്തിൽ ആ ശുശ്രൂഷയില്ല, ഭൂമിയിൽ മാത്രം. ഇതിനെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുവചനങ്ങൾ നമുക്കെല്ലാം വായിച്ചു പോകാൻ സമയമില്ല. രണ്ടാമത്തേത്, അഹ്റോന്റെ പൗരോഹിത്യം, ആ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തിരുന്നവർ പാപത്താൽ കളങ്കിതരാണ്. അത് ഹെബ്രായർ 5:3 വായിക്കാൻ പറ്റും. മൂന്നാമത്തേത്, അഹ്റോന്റെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നവർ മനുഷ്യരായതുകൊണ്ട് നിരന്തരം അവർ പകരക്കാരായി മാറ്റപ്പെട്ടു. ഒരാൾ കഴിയുമ്പോൾ അടുത്ത ആള്, ഒരു മഹാപുരോഹിതൻ കഴിയുമ്പോൾ അടുത്ത മഹാപുരോഹിതൻ, പിന്നെ അടുത്ത മഹാപുരോഹിതൻ, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നാലാമത്തത്, അവരുടെ ഔദ്യോഗിക സ്ഥാനം ശബദത്താൽ ഉത്തരവാദിത്തപ്പെടുത്തപ്പെടാത്തതാണ്. അവരുടെ ഒരു ഔദ്യോഗിക സ്ഥാനം ശബദത്താൽ ഉത്തരവാദിത്തപ്പെടുത്തപ്പെടാത്തതാണ്. അത് ഹെബ്രായർ 7:21 നമ്മൾ വായിക്കുന്നത്. മുമ്പ് പറഞ്ഞത് മരണമുള്ളവരായതുകൊണ്ട് നിരന്തരം അവർ പകരക്കാരായി മാറ്റപ്പെട്ടു എന്നുള്ളത് 7:23 ഹെബ്രായർ 7:23. ഇനി അഞ്ചാമത്തെ ആശയം, അവരുടെ ബലികൾക്കും കാഴ്ചകൾക്കും പാപം കഴുകിക്കളയാൻ ഒരിക്കലും സാധിച്ചിരുന്നില്ല. ഒരു പാപപരിഹാരാർത്ഥമാണൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ മുട്ടാടുകളുടെയും കോഴാടുകളുടെയും രക്തത്തിന് പാപം പോക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവരുടെ ബലികൾ
ഒരു ആചാരാനുഷ്ഠാനം പോലെ അവർ അർപ്പിച്ചിരുന്നു. പക്ഷെ അവർക്ക് പാപത്തെ നീക്കാൻ സാധിച്ചില്ല. അത് നമ്മൾ വായിക്കുന്നത് ഹെബ്രായർ 7:27 അതുപോലെ ഹെബ്രായർ 10:1-4 വരെ. അപ്പം മോശയുടെ പൗരോഹിത്യത്തിന്റെ 5 പരിമിതികൾ പറയണം. ഒന്ന്, മോശയുടെ അഹ്റോന്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവർക്ക് ഭൂമിയിൽ മാത്രമേ അവരുടെ ശുശ്രൂഷയുള്ളൂ. ഭൂമിയിൽ പരിമിതപ്പെടുത്തപ്പെട്ട ശുശ്രൂഷയാണ് അവരുടെ. അതുപോലെ അവർ പാപത്താൽ കളങ്കിതനാണ്. ഭൗമിക രായതുകൊണ്ട് പാപത്താൽ കളങ്കിതനാണ്. ഹെബ്രായർ 5:3. അവർ മരണമുള്ളവരായതുകൊണ്ട്, മനുഷ്യരായതിനാൽ മരണമുള്ളവരായതുകൊണ്ട് നിരന്തരം അവർ പകരക്കാരായി മാറ്റപ്പെട്ടു. ഹെബ്രായർ 7:23. നാലാമത്തത്, അവരുടെ ഔദ്യോഗിക സ്ഥാനം ശബദത്താൽ ഉത്തരവാദിത്തപ്പെടുത്തപ്പെട്ടിരുന്നില്ല. ഹെബ്രായർ 7:21. അഞ്ചാമത്തത്, അവരുടെ ബലികളും കാഴ്ചകളും പാപം കഴുകിക്കളയാൻ പ്രാപ്തിയില്ലാത്തതായിരുന്നു. ഹെബ്രായർ 7:27, 10:1-4 വരെ. ഇനി ഹെബ്രായ ലേഖന കർത്താവ് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ മഹത്വത്തെ പറ്റി പറയുകയാണ്. ഒന്നാമത്തെ പോയിന്റ്, ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് സ്വർഗത്തിലാണ് നിർവഹിക്കുന്നത്. ഭൂമിയിൽ വെച്ച് ക്രിസ്തുവിൽ പുരോഹിതനായിട്ട് നമ്മൾ ഒരിടത്തും ഒന്നും ചെയ്താൽ നമ്മൾ കാണുന്നില്ല. പക്ഷെ അവന്റെ ശുശ്രൂഷ ഭൂമിയുടെ തലങ്ങളെയെല്ലാം വിട്ട് സ്വർഗത്തിലോട്ട് വ്യാപിച്ചു. അത് ഹെബ്രായ ലേഖനം 8:1-2 വരെയുള്ള വാക്യങ്ങളുണ്ട്. ഹെബ്രായർ 8:1-2 വരെ. എങ്ങനെയാണ് യേശു സ്വർഗത്തിൽ തന്റെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ യോഗ്യനായതെന്ന് പറയുന്നുണ്ട്. അതിന് ഇങ്ങനെയാണ് പറഞ്ഞത്. ഹെബ്രായർ 9 അത് മുഴുവൻ വായിക്കാൻ ദീർഘമായ ഭാഗമാണ്. ഹെബ്രായർ 9:1-14 വരെ വാക്യങ്ങൾ പറയുന്നത്, സ്വന്തം രക്തത്തിലൂടെ നിത്യരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് എന്നേക്കുമായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് അവൻ പ്രവേശിച്ചു. അപ്പോൾ ഭൂമിയിലെ മഹാപുരോഹിതന്മാർ ആണ്ടിലൊരിക്കൽ ജെറുസലേം ദേവാലയത്തിലെ അതിവിശുദ്ധ പ്രവേശിക്കുക, അതിന്റെ പ്രതീകം മാത്രമായിരുന്നു. എന്നാൽ യഥാർത്ഥ അതിവിശുദ്ധ സ്ഥലം ഏതാണ്? സ്വർഗമാണ്. അവിടേക്ക് ഭൂമിയിലെ അഹ്റോന്റെ പുരോഹിതന്മാർക്ക് എത്തി നോക്കാൻ പോലും പറ്റിയില്ല. എന്നാൽ യേശു അവിടെ എങ്ങനെയാ പ്രവേശിച്ചത്? ഒരുപാട് വില കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഹെബ്രായ ലേഖനകർത്താവ് പറയാണ്, സ്വന്തം രക്തത്തിലൂടെ നിത്യരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് എന്നേക്കുമായി അതിവിശുദ്ധ സ്ഥലത്ത് അവൻ പ്രവേശിച്ചു. എന്തിനു വേണ്ടി? അവിടെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി. വീണ്ടും ഹെബ്രായർ 7:25 പറയുകയാണ്, സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനായി അവൻ നിലകൊള്ളുകയാണ്. ഈ പുരോഹിതന്റെ ദൗത്യം അതാണ്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യവർത്തിയാകുക. മനുഷ്യന്റെ പാപങ്ങൾക്ക് അപരാധങ്ങൾക്കും ദൈവത്തോട് മാപ്പ് ചോദിക്കുക. ദൈവം അവന് കൊടുക്കുന്ന കരുണയും പാപമോചനവും അവന്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കുക. ഇതാണ് പുരോഹിതന്റെ ദൗത്യം. അപ്പം പിതാവിന്റെ മുമ്പിൽ നേരിട്ട് നിൽക്കുകയാണ് ഈശോ എന്ന മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി പിതാവിന്റെ മുമ്പിൽ സദാ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഈശോ തന്റെ സ്വർഗീയ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഈ സ്വർഗത്തിലെ ഈ ശുശ്രൂഷയ്ക്ക് ഉള്ള അധികാരം എങ്ങനെ കിട്ടിയതെന്നും പറയുന്നുണ്ട്. 7-ാം അധ്യായത്തിന്റെ 16-ലും ഹെബ്രായർ 7:16-ലും ഹെബ്രായർ 9:24-ലും പറയുന്നത്, തന്റെ ഉത്ഥാനവും സ്വർഗാരോഹണവും മൂലം സ്വർഗ ജെറുസലേമിൽ പൗരോഹിത്യ ശുശ്രൂഷയുടെ അധികാരം കർത്താവ് നേടി. അപ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാതെ പറ്റിയല്ല. അവിടുന്ന് എങ്ങനെയാ പ്രവേശിച്ചത്? തന്റെ മരണത്തിന് ശേഷമുള്ള ഉത്ഥാനവും തുടർന്നുള്ള സ്വർഗാരോഹണവും വഴി അവിടുന്ന് സ്വർഗത്തിലെ ഏക പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുന്നു നമുക്ക് വേണ്ടി. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്രിസ്തുവിന്റെ പൗരോഹിത്യം
ഭൂമിയിൽ ഒതുങ്ങുന്നില്ല. അത് സ്വർഗത്തിലെ ശുശ്രൂഷയാണ്. സ്വർഗത്തിലാണ് അവിടുന്ന് തന്റെ പൗരോഹിത്യത്തെ അപ്പൊ അധികാരത്തിന്റെ ആധിക്യം കാണിക്കുകയാണ്. ഭൂമിയിൽ ഉള്ള അധികാരത്തിൽ എത്രയോ ഉയർന്ന അധികാരമാണ് സ്വർഗത്തിലെ അധികാരം. അപ്പൊ സ്വർഗത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന യേശുവിന്റെ പൗരോഹിത്യ അധികാരത്തിന്റെ മഹത്വവും വലുപ്പവും അത് കാണിക്കുകയാണ്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ കഴിഞ്ഞ അതിനു മുമ്പ് പറഞ്ഞു, മോശയുടെ അല്ലെങ്കിൽ അഹ്റോന്റെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നവരെല്ലാവരും പാപത്താൽ കളങ്കിതരാണെന്ന് പറഞ്ഞു. യേശുവാകട്ടെ പാപലേശമേശാത്തവൻ, പാപത്തിന്റെ ഒരു കറ പോലും പാപലേശമേശാത്തവൻ. അത് ഹെബ്രായർ 4:15 നമ്മൾ വായിക്കുന്നത്. ഹെബ്രായർ 4:15. അപ്പോ ഭൂമിയിലെ അഹ്റോന്റെ വംശത്തിൽപ്പെട്ട എല്ലാ പുരോഹിതരും പാപികളായിരുന്നു. യേശുവാകുന്ന സ്വർഗീയ പുരോഹിതൻ പാപലേശമേശാത്തവൻ. വീണ്ടും മൂന്നാമത്തെ പോയിന്റ്, മോശയുടെ അല്ല അഹ്റോന്റെ വംശപരമ്പരയിൽപ്പെട്ട എല്ലാ പുരോഹിതരും നമ്മൾ നേരത്തെ കേട്ടതാണ്, മരണമുള്ളവരായതുകൊണ്ട് നിരന്തരം അവർ പകരക്കാരായി മാറ്റപ്പെട്ടു. എന്നാൽ യേശുവിനെ പറ്റി പറയുന്നത് എങ്ങനെയാണ്? ഹെബ്രായർ 7:24 പറയുന്നത്. ഹെബ്രായർ 7:24 പറയുന്നത് അവന്റെ യേശുവിന്റെ അനശ്വരത്വം പിൻഗാമികളുടെ ആവശ്യമില്ലാതാക്കി. യേശുവിന്റെ പൗരോഹിത്യം ഷെയർ ചെയ്യാൻ പിന്നെ ആരും ആവശ്യമില്ല. കാരണം അവൻ നിത്യം നിൽക്കുന്ന പുരോഹിതനാണ്. ഇനി നാലാമത്തത്, നമ്മൾ നേരത്തെ അഹ്റോന്റെ പുരോഹിതരെ പറ്റി പറഞ്ഞത് ഓർക്കുക. അവരുടെ ഔദ്യോഗിക സ്ഥാനം ശബദത്താൽ ഉത്തരവാദിത്തപ്പെട്ടിരുന്നില്ല. കൂടുതൽ അധികാരം ഉള്ളതുകൊണ്ടാണ് അവർക്ക് അധികാരം കുറവായിരുന്നു. എന്നാൽ യേശുവിന്റെ പൗരോഹിത്യത്തെ പറ്റി ഹെബ്രായർ 7:20-21, ഹെബ്രായർ 7, ഈ ഭാഗം തന്നെ നമുക്കൊരു പ്രത്യേക ക്ലാസ്സായിട്ട് ഈ ഭാഗങ്ങളെല്ലാം വായിച്ച് വേണം പിന്നെ ഒരു അവസരത്തിൽ പിടിക്കാവുന്ന ഒരു വിഷയമാണ്. നമ്മൾ ഈ സമയപരിധിക്കുള്ളിൽ നമ്മൾ റെഫറൻസ് വായിക്കുന്നില്ല, റെഫറൻസ് പറയുന്നേ ഉള്ളൂ. അവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ പൗരോഹിത്യത്തെ പറ്റി ഹെബ്രായർ 7:20-21 പറയുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. എല്ലാം വായിക്കാൻ പറ്റി ഒന്നെങ്കിലും വായിക്കുന്നതല്ല. ഹെബ്രായർ 7 ഒന്ന് വായിച്ചാൽ എന്താ? ഹെബ്രായർ 7:20-21. അതും ശബദത്തോടു കൂടെയാണ്. മുൻപ് പുരോഹിതരായവർ ശബദം കൂടാതെയാണ് തങ്ങളുടെ സ്ഥാനമേറ്റത്. ഇവനാകട്ടെ കർത്താവ് ശപഥം ചെയ്തിട്ടുണ്ട്, അവൻ മനസ്സു മാറ്റുകയില്ല, നീ എന്നേക്കും പുരോഹിതനാണ് എന്ന് തന്നോട് പറഞ്ഞവന്റെ ശപഥത്തോടു കൂടെയാണ് പുരോഹിതനായത്. അതെ. അപ്പം ആ ശബ്ദം ഇപ്പൊ ഇത് നമുക്ക് സാധാരണ ഇതൊന്നും അതിന്റെ പൂർണ്ണർത്ഥത്തിൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഈ ശപഥം ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ശപഥം ചെയ്യാന്നൊക്കെ പറയില്ല. ആ അർത്ഥത്തിലൊന്നും അല്ല ഇവിടെ പറയുന്നത്. ഇത് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ തുലനം ചെയ്യാനാവാത്ത മഹത്വം, ക്രിസ്തുവിന്റെ പൗരോഹിത്യ അധികാരത്തിന്റെ വലിപ്പം കാണിക്കാനാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തോ മറ്റുള്ളവരുടെ പൗരോഹിത്യത്തിൽ മറ്റുള്ളവർ ശപഥം കൂടാതെയാണ് പുരോഹിതനായത്. എന്നാൽ കർത്താവ് ശപഥം ചെയ്തിരിക്കുന്നു, അവൻ തന്റെ മനസ്സ് മാറ്റുകയില്ല, നീ എന്നേക്കും പുരോഹിതനാണ് എന്ന് തന്നോട് പറഞ്ഞവൻ വഴി ശപഥത്തോടെയാണ് ഇവൻ പുരോഹിതനായത്. ഇനി അടുത്തത് അഹ്റോന്റെ പുരോഹിതന്മാരുടെ പ്രത്യേകത, അവരുടെ ബലികളും കാഴ്ചകളും. ജെറുസലേം ദേവാലയത്തെ പറ്റി പറയുന്നത്, ജെറുസലേം ദേവാലയത്തിൽ സൂര്യോദയം മുതൽ അസ്തമയം വരെ സൂര്യോദയം വരെ എന്ന് വെച്ചാൽ 24/7 കുഞ്ഞാടുകളെ അറുക്കുന്ന ബലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എത്ര കോടാനുകോടി ആടുകളെ അവിടെ അറുക്കപ്പെട്ടു, പക്ഷെ ഒറ്റ ആളുടെ പോലും ഒരു ചെറിയ പാവം പോലും നീക്കം ചെയ്യാൻ ഈ ബലികൾക്ക് സാധിച്ചില്ല. എന്നാൽ യേശു വന്ന ഏക ദൈവകുഞ്ഞാടിന്റെ ഏക ബലി വഴി സർവപാപവും നീക്കപ്പെട്ടു, സർവരും വിശുദ്ധീകരിക്കപ്പെട്ടു. ഇതാണ് പറയുന്നത്. അവന്റെ ഹെബ്രായ ലേഖനം 10:5 മുതൽ നമുക്കൊന്ന് വായിക്കാം. ഹെബ്രായ ലേഖനം 10:5 മുതൽ 18 വരെ. ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു,
ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല. എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. ദഹനബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല. അപ്പോൾ പുസ്തകത്തിന്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. നിയമപ്രകാരം അർപ്പിക്കപ്പെട്ടിരുന്ന ബലികളും കാഴ്ചകളും ദഹനബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. രണ്ടാമത്തത് സ്ഥാപിക്കാനായി ഒന്നാമത്തത് അവൻ നീക്കിക്കളയുന്നു. ആ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പാപങ്ങൾ അകറ്റാൻ വളരെ പ്രധാനപ്പെട്ട വാക്യാണ് 10. ഒന്നുകൂടെ വായിക്കാം. 10ാമത്തെ വാക്യം. ആ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏക ബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് സാക്ഷ്യം നൽകുന്നു. ആ ദിവസങ്ങൾക്ക് ശേഷം അവരുമായി ഞാൻ ഏർപ്പെടുന്ന ഉടമ്പടി ഇതാണ് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ നൽകും, അവരുടെ മനസ്സുകളിൽ അവ ഞാൻ ആലേഖനം ചെയ്യും. അവിടുന്ന് തുടരുന്നു, അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാൻ ഇനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല. പാപമോചനമുള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ. ഇതൊരു വലിയ സന്തോഷകരമായ രക്ഷയുടെ ആനന്ദരുന്ന മഹത്തായ രഹസ്യമാണ് വിളിച്ചു പറയുന്നത്. ഈശോയുടെ ഒരൊറ്റ ബലി വഴി ദൈവം പറയുകയാണ്, ഇനി അവരുടെ പാപങ്ങളും ദുഷ്കർമ്മങ്ങളും ഞാൻ ഇനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല, ഒരിക്കലും ഓർമ്മിക്കുക എന്ന് പറയുമ്പോ എന്തുകൊണ്ട് ഓർമ്മിക്കുകയില്ല? കർത്താവിന്റെ ആ പൗരോഹിത്യ ശുശ്രൂഷ, കർത്താവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ അവിടെ കുരിശിലെ ബലി അർപ്പിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും നിർവഹിക്കുന്നത് ഭൂമിയിൽ വെച്ച്. ആ ഒറ്റ ബലി സമർപ്പണത്തിലൂടെ നേരത്തെ നമ്മൾ വായിച്ചു 11ാം വാക്യത്തിൽ വായിക്കുകയുണ്ടായി. കണ്ടോ, പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ എത്ര ആയിരം പുരോഹിതന്മാരാണ് ഒരേ സമയത്ത് ഇസ്രായേലിൽ ജെറുസലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ പുരോഹിതനും ഓരോ ദിവസവും ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ഒരു പാവം പോലും നിൽക്കപ്പെട്ടില്ല. പക്ഷെ ഈശോയുടെ ഏക ബലി അർപ്പണം. നമ്മൾ എത്ര ഭാഗ്യപ്പെട്ടവരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ മാമോദിസ വഴി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ സ്വർഗം നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. കർത്താവിന്റെ ആ കുരിശുമരണത്തിലെ ബലിയിലൂടെ ഇതൊക്കെ സംഭവിച്ചു. നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ? വിശ്വാസം മൂലമാണ്. നമ്മള് എഫേസ്യസ് 2:8 നേരത്തെ പറഞ്ഞ് ഓർക്കുന്നുണ്ടാകും. വിശ്വാസം മൂലം കൃപയാലാണ് നാം രക്ഷിതരാകുന്നത്. കൃപ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഉയർപ്പിന്റെയും യോഗ്യതയാണ്. അത് നമുക്ക് ഇങ്ങനെ സൗജന്യമായി തന്നിരിക്കുക. ഇനി അത് നമ്മളെങ്ങനെയാണ് സ്വന്തമാക്കുന്നത്? നമ്മുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം, അത് വിശ്വാസം മൂലം കൃപയാണ്. അപ്പൊ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു കാര്യം ജീവിതത്തിൽ ചെയ്യാനില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന കാര്യം അത് സംഭവിച്ചാൽ സർവ്വതുമായി. ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് സമ്പൂർണ്ണ പാപമോചനവും രക്ഷയും വിടുതലുമാണ്. ഇത് നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. എത്രയോ ഇടങ്ങളിലാണ് ഈ പാവങ്ങളുടെ മോചനവും കടങ്ങളുടെ പുറതെയും ക്രിസ്തുവിലൂടെ ലഭിച്ചെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് കുർബാനയിലെ പല പ്രാർത്ഥനകളിൽ. പ്രത്യേകിച്ച് കുർബാനയുടെ സമാപന പ്രാർത്ഥനകൾക്ക്, ഉദ്ഘാടന പ്രാർത്ഥനകളിൽ, എല്ലാ കാലത്തെയും പ്രാർത്ഥനകൾ കാണാൻ ഈ ഒരു ആശയം എടുത്തു പറയും. കടങ്ങളും പാപങ്ങളും ക്ഷമിച്ചു എന്ന് പറയും. അപ്പം ഇതൊക്കെ നമ്മൾ അത്യധികം ആഹ്ലാദിക്കുകയും ആനന്ദിക്കുകയും ചെയ്യണം.
നമ്മളെ കൊണ്ട് ഒരു തരത്തിലും അല്ലെങ്കിൽ യേശുവിന് മുമ്പുള്ള പൗരോഹിത്യ ശുശ്രൂഷ വഴി ഇസ്രായേൽ ജനത്തിന് ഒരിക്കലും പാവമോചനം കിട്ടിയിരുന്നില്ല. പാവമോചനം കിട്ടുന്ന കർത്താവിന്റെ കുരിശിലെ ബലിയുടെ പ്രതീകമായിട്ടല്ല, മുന്നോടിയായിട്ടാണ് അവര് ജെറുസലേം ദേവാലയത്തിൽ ബലി അർപ്പിച്ചിരുന്നതും അതുപോലെ പെസഹ കുഞ്ഞാടിനെ അറുത്തിരുന്നതെല്ലാം അതൊരു പ്രതീകമായിട്ട് മാത്രം, ക്രിസ്തുവിലൂടെ ലഭിക്കാനിരുന്ന പാപമോചനത്തിന്റെ പ്രതീകം. അപ്പോൾ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇനി ദൈവത്തിന് തരാനായിട്ട് ദൈവത്തിനെ മിച്ചമൊന്നും ഇരിപ്പില്ല, എല്ലാം തന്നു കഴിഞ്ഞു. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ലഭിച്ച ഭാഗ്യത്തെക്കാൾ വലിയൊരു ഭാഗ്യം നമുക്ക് ഭൂമിയിൽ ലഭിക്കാനില്ല, നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനില്ല. ഇപ്പൊ ഈശോയോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം. അപ്പോൾ യേശുവിന്റെ പൗരോഹിത്യ അധികാരത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ അധികാരം, 2 അധികാരം പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് യേശുവിന്റെ ഭരണാധികാരം, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും സകല മുഴങ്കാൽ മുട്ടുമടങ്ങത്തക്കവണ്ണം അവൻ രാജാക്കന്മാരുടെ രാജാവും ഭരണാധിപന്മാരുടെ ഭരണാധികാരിയും പ്രഭുക്കന്മാരുടെ പ്രഭുവുമാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ യേശുവിന്റെ പൗരോഹിത്യ അധികാരമാണ്. സകല ജനത്തെയും പൂർണ്ണമായി വിശുദ്ധീകരിച്ച തന്റെ കുരിശിലെ ബലി വഴിയും അതിനുശേഷമുള്ള അവിടുത്തെ സ്വർഗാരോഹണം വഴിയും ആ പൗരോഹിത്യ ശുശ്രൂഷ സ്വർഗത്തിലോട്ട് വ്യാപിപ്പിച്ചു. അവൻ സ്വർഗത്തിൽ ഇപ്പൊ ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പിതാവിന്റെ പക്കൽ മധ്യസ്ഥം വഹിച്ചുകൊണ്ടാണ് ആ പൗരോഹിത്യ ശുശ്രൂഷ തുടരുന്നത്. സ്വർഗത്തിലെ ഈശോയുടെ പൗരോഹിത്യ ശുശ്രൂഷ തുടരുന്നത് ബലിയർപ്പിച്ചുകൊണ്ടല്ല, മറിച്ച് മധ്യസ്ഥ വഹിച്ചുകൊണ്ടാണ്. ഇവിടെയാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റിയൊക്കെ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. ഈശോയുടെ പൗരോഹിത്യ ശുശ്രൂഷയാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. പിതാവിനോട് ലോകം മുഴുവനും വേണ്ടി കരുണ ഇറക്കുന്ന പ്രാർത്ഥന, പിതാവിന്റെ പക്കൽ, പിതാവിന്റെ വലത്തെ ഭാഗത്ത് നിന്ന് കരുണ ഇറക്കുകയാണ്. അപ്പൊ നമ്മൾ ഭൂമിയിൽ ഒരാളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ പൗരോഹിത്യ ശുശ്രൂഷ, അത് സാധാരണ പൗരോഹിത്യമല്ല, സ്വർഗീയ പൗരോഹിത്യ ശുശ്രൂഷയാണ്. അതിൽ നമ്മൾ പങ്കാളിയാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും കരുണക്കൊന്തൊക്കെ ചൊല്ലുമ്പോൾ ശ്രദ്ധിച്ചാണോ ഇതൊക്കെ ആൾക്കാർ ഓർത്തുകൊണ്ടാണ് ചൊല്ലുന്നത് എനിക്ക് വളരെ സംശയമുണ്ട്. അങ്ങനെ ചൊല്ലിക്കൊണ്ട് പോവുക. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി അവസാനത്തെ പാട്ടും പാടും. പാട്ട് പാടുന്നുണ്ടോ ചൊല്ലുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം, ഇത് നമ്മൾ ഉൾക്കൊണ്ടാണ് പറയുന്നത്. എന്തൊരു വലിയ പ്രാർത്ഥന അവിടെ. എനിക്ക് അത് ശരിക്കും ചൊല്ലുകയാണ്, നമ്മുടെ ഹൃദയം ജ്വലിക്കും. അവിടെ എന്താ പറയുന്നത്? ലോകത്തിന്റെ പാപത്തിന് ആകപ്പാട് ഒരു പ്രതിവിധിയേ ഉള്ളൂ, അത് ഈശോ മിശിഹായുടെ രക്തവും ശരീരവും ആത്മാവും ദൈവത്വവുമാണ്. എന്ന് വെച്ചാൽ അത് ഒരു ടെക്നിക്കൽ ഭാഷ അവിടെ ഉപയോഗിക്കുന്നത്. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഈശോയുടെ ദൈവത്വവും മനുഷ്യത്വവും. ഈശോ ഒരേ സമയം ദൈവമാണ്, ഒരേ സമയം മനുഷ്യനുമാണ്. ഒരേ സമയം പൂർണ്ണ ദൈവമാണ്, സത്യദൈവമാണ്, ഒരേ സമയം സത്യ മനുഷ്യനുമാണ്. അതാണ് ആത്മാവും എന്ന് അവിടെ പറയുക. ആത്മാവ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മനുഷ്യാത്മാവിനെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ ശരീരം മനുഷ്യൻ്റെതല്ലേ, ശരീരം, രക്തം മനുഷ്യൻ്റെതല്ലേ, അതെ. അവസാനം കൂട്ടിച്ചേർക്കുകയാണ് ദൈവത്വവും. കണ്ടപ്പം കരുണക്കൊന്തയിൽ നമ്മൾ പറയുന്ന എന്താണ്? പിതാവേ, എന്റെയും ലോകം മുഴുവന്റെ പാപങ്ങൾക്ക് പരിഹാരമായി അവിടുത്തെ പുത്രനങ്ങൾ കർത്താവായ ഈശോ മിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും എനിക്ക് സമർപ്പിക്കും. അതിനപ്പുറത്തേക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു പാവപരിഹാര യാഗമില്ല. നമ്മൾ ഉൾക്കൊണ്ട് പറയുകയാണെങ്കിൽ ആ സമയത്ത് ലോകം മുഴുവന്റെ മേലും കർത്താവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ അഭിഷേകമായിട്ട് വീഴും. പിതാവിന്റെ വലത്തുഭാഗത്ത് നിന്നുള്ള ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് തുല്യമായ മധ്യസ്ഥാപേക്ഷയായിട്ട് നമ്മുടേതും തീരും. കാരണം അവിടെ പിതാവിന്റെ മുമ്പിൽ ഇരിക്കുന്ന വലതുഭാഗത്ത് ഈശോയുടെ ഈ മധ്യസ്ഥതയ്ക്ക് എന്താ ഇത്ര വലിയ വില? കാരണം ഈശോനെ വില കൊടുത്തിട്ടായിരിക്കുന്നു. വെറുതെ കയറി കുതിരിക്കുകയല്ല. പിതാവിന്റെ വലത്തുഭാഗത്ത് വെറുതെ മകനെന്ന നിലയ്ക്ക് ഇരിക്കുകയല്ല. അതിനു മുമ്പ് വില കൊടുത്തു. ലോകം മുഴുവന്റെയും രക്ഷയ്ക്ക് വേണ്ടി തന്റെ ശരീരം തല്ലി തകർക്കാനും രക്തം ചിന്താനും തയ്യാറായി. അത് അങ്ങനെ ആ യോഗ്യത അവകാശത്തോടു കൂടിയാണ് ഈശോ അവകാശമായി ചോദിക്കുകയാണ് പിതാവിനോട്. ഈശോയ്ക്ക് അവകാശപ്പെട്ടതാണ് മനുഷ്യവർഗത്തോട് കരുണ കാണിക്കണമേ എന്ന് പിതാവിനോട് അധികാരത്തോടെയാണ് ഈശോ ചോദിക്കുന്നത്. കാരണം ഈശോ അതിനുള്ള വില കൊടുത്തു കഴിഞ്ഞു. വെറുതെ ഇരക്കുകയല്ല, വെറുതെ യാചിക്കുകയല്ല, അധികാരത്തോടെയാണ് ചോദിക്കുന്നത്. കാരണം കർത്താവ് അതിനു വേണ്ടി തന്റെ മനുഷ്യാവതാരം മനുഷ്യനായി തീർന്നു. അതിനുവേണ്ടി ദൈവത്തെ മാറ്റിവെച്ച് ശൂന്യനാക്കി മനുഷ്യനായി. അതും പോരാഞ്ഞിട്ട് പാടുപീടയേറ്റ് കുരിശിൽ മരിച്ചു. അത്
അത് ഓർപ്പിച്ചുകൊണ്ട് ആ പിതാവിന്റെ വത്സഭാര്യ ഈശോയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഈശോയുടെ ദേഹത്തെ മുറിവുകൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തോമാസിലേക്ക് പ്രത്യക്ഷപ്പെട്ട മുറിവുകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ മുറിവുകൾ ഗ്ലോറിഫൈഡ് വൂൺസ് ആണെങ്കിലും അതുമായിട്ട് പിതാവിന്റെ മുമ്പ് ഇരിക്കുക. എന്തിനാ? പിതാവിനെ നിരന്തരം റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ, ഈ ഇരിക്കുന്ന എന്റെ മകൻ ഇത്രയേറെ പീഡയേറ്റ് പാവികൾ രക്ഷിച്ച ആളാണ്. ആ ആളാണ് ഈ പാവികൾക്ക് വേണ്ടി പിതാവിനോട് കരുണയായിരിക്കും. പിതാവിനെ ഡിനൈ ചെയ്യാൻ പറ്റിയാൽ. അപ്പൊ നമ്മൾ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ഈശോയുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും കാഴ്ചവെക്കുന്നു പറയുമ്പോൾ അതിന്റെ ഫലം നിസ്സാരമൊന്നുമില്ല, വലിയ ഫലമാണ്. ഈശോ പറയുന്ന അതേ അധികാരം അതിനകത്ത് കിടപ്പുണ്ട്. കാരണം ഈശോയുടെ ശരീരമാണ്, ഈശോയുടെ രക്തമാണ്, ഈശോയുടെ ആത്മാവ്, ഈശോയുടെ ദൈവത്വമാണ് നമ്മളും കാഴ്ചവെക്കുന്നത്. ഈശോയും പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് അത് കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. നമ്മളും അതിനോട് ചേർന്ന് അത് തന്നെ സമർപ്പിച്ച് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നമുക്കും ഈ ഈശോയുടെ പൗരോഹിത്യത്തിൽ വലിയൊരു പങ്കാളിത്തം ലഭിക്കുകയാണ്. ഇനി മൂന്നാമത്തെ അധികാരം ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് സഭ മുഴുവന്റെയും മേൽ അധികാരമാണ്. സഭ മുഴുവന്റെയും മേൽ അധികാരം ഈശോ. അത് ഈശോയ്ക്ക് സഭ മുഴുവന്റെയും മേൽ അധികാരമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ദൈവജനം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് സഭയുടെ ശിരസ്സാണ് ക്രിസ്തു എന്ന വാക്ക്. ഒരു വ്യക്തിയുടെ ശിരസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ ശിരസിന്റെ അണ്ടറിലാണ് ബാക്കിയുള്ള ശരീരം മുഴുവനും, അതിന്റെ സർവകോശങ്ങളും അതിന്റെ ശരീരത്തിന്റെ ആ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെല്ലാം ക്രോഡീകരിക്കുന്നത്, നിയന്ത്രിക്കുന്നത് ഈ ശിരസ്സാണ്. അപ്പം സഭയുടെ ശിരസ് ക്രിസ്തു ആണെന്ന് നമ്മളെപ്പോഴും കേൾക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിലായി പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭ മുഴുവന്റെ മേലുള്ള കർത്താവിന്റെ അധികാരം കാണിക്കാൻ വേണ്ടിയാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആ തിരുവചനം നമുക്ക് രണ്ടെണ്ണം വായിക്കാം. എഫേസോസ് ലേഖനം 1:22-23. എഫേസോസ് 1:22-23. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. സഭ അവന്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവന്റെ പൂർണ്ണതയുമാണ്. അപ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കണ്ടോ, അവന്റെ ശരീരമാണ്. അപ്പോൾ ശരീരമാണ് സഭയെങ്കിൽ അവൻ ശിരസ്സാണ്. ഈ കൊളോസസ് 1:17-18 ഇതേ ആശയം തന്നെ പറയുന്നുണ്ട്. കൊളോസസ് 1:17-18. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിന്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിന്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനീയനായി. അപ്പോൾ ഈശോ സഭയുടെ ശിരസ് എന്ന് പറയുമ്പോൾ കർത്താവിന് സഭയുടെ മേൽ, സഭ നമുക്കറിയാം, സഭയ്ക്ക് 3 ശാഖകളുണ്ട്, 3 ബ്രാഞ്ചസ് ഉണ്ട് സഭയ്ക്ക്. 1 സ്വർഗീയ സഭ, 2 ഭൂമിയിലെ സഭ, 3 വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഭ. അതാണ് നമ്മൾ ശുദ്ധീകരണാത്മാക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 സ്വർഗത്തിലുള്ള സകല വിശുദ്ധരും സഭയുടെ ഒരു ഭാഗമാണ്. മരിച്ചവരെങ്കിലും സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടിയിട്ടില്ല എങ്കിലും അങ്ങോട്ട് പോകാൻ യോഗ്യതയുള്ളവരായതുകൊണ്ട് ഉപരി വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരും അതും സഭയാണ്. ഭൂമിയിലുള്ളതും നമ്മളും സഭയാണ്. ഈ 3 സഭാ വിഭാഗങ്ങളുടെ മേലും നമ്മുടെ കർത്താവിന് അധികാരമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മുടെ പോയിന്റ്. യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ ഈ അർത്ഥത്തിൽ കൂടിയാണ്. ഇതാണ് സഭ മുഴുവന്റെ മേലും പരമാധികാരിയാണ് യേശു. ഈ അധികാരം എന്ന വാക്ക് നമുക്കറിയാം. നമുക്ക് പലപ്പോഴും ഈ അധികാരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇച്ചിരി നെഗറ്റീവ് ചിന്ത വരും. അവൻ അധികാരം പ്രയോഗിച്ചു എന്ന് പറയുമ്പോൾ അധികാരിയായിട്ട് പ്രവർത്തിച്ചു എന്ന് പറയും. പക്ഷെ അധികാരം എന്തിന്റെ അടയാളമാണെന്ന് എഫേസോസ് ലേഖനത്തിൽ പറയുന്നു. എഫേസോസ് ലേഖനം ഈ ക്രിസ്തുവിന്റെ അധികാരത്തിന്റെ സവിശേഷതയാണ് പറയുന്നത്. എഫേസോസ് 5:25 വായിക്കാം. എഫേസോസ് 5:25. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം.
ഉണ്ട്. അത് അതിന്റെ ആദ്യ ഭാഗമാണ് നമുക്ക് ഇവിടെ ക്ലാസ്സിന് ആവശ്യം. അത് വായിക്കാം. ഏതാണ് അച്ഛാ? അപ്പൊ വായിച്ചു തന്നെ ഒന്ന് വായിക്കാം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അപ്പം ആദ്യ ഭാഗമാണ് നമുക്കിവിടെ പ്രസക്തി. ക്രിസ്തുവിന്റെ അധികാരത്തിന്റെ പ്രത്യേകതയാണ് അവിടെ പറയുന്നത്. ക്രിസ്തുവിന്റെ അധികാരം, സഭയുടെ മേലുള്ള ക്രിസ്തുവിന്റെ അധികാരം, സഭയോടുള്ള ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രകാശനമാണ്. അല്ലെങ്കിൽ വേറെ വാക്ക് പറഞ്ഞാൽ, സഭയുടെ മേലുള്ള ക്രിസ്തുവിന്റെ അധികാരം എന്ന് പറയുന്നത് അടിച്ചമർത്തുന്ന, കീഴ്പ്പെടുത്തുന്ന അധികാരമല്ല, സ്നേഹം കൊണ്ട് സഭയ്ക്ക് വേണ്ടി മരിച്ച അധികാരം. സഭയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ അർപ്പിച്ചത്. ഭർത്താവ് ഭാര്യ സ്നേഹബന്ധത്തിന്റെ ഒരു മോഡലായിട്ട് പൗലോസോട് അവതരിപ്പിക്കാം. നമ്മൾ അതിന്റെ ആദ്യ ഭാഗം എടുക്കുകയാണ്. കർത്താവിന്, ഈശോയ്ക്ക് സഭയുടെ മേലുള്ള അധികാരം എന്താ, ഏതൊരു അധികാരമാണത്? അത് സ്നേഹത്തിൽ നിന്ന് പുറപ്പെടുന്ന അധികാരമാണ്. വേറെ സ്നേഹമല്ല, സ്നേഹിച്ച തന്റെ വധുവായ സഭയ്ക്ക് വേണ്ടി, ആ വധുവായ സഭയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്റെ ജീവൻ സഭയ്ക്ക് വേണ്ടി, തന്റെ വധുവിനുമായ സഭയ്ക്ക് വേണ്ടി ബലി കഴിച്ചവന്റെ സ്നേഹം. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, സഭയിലെ പലതരത്തിലുള്ള കുറവുകളുണ്ടല്ലോ. നമ്മൾ ചിലപ്പോഴൊക്കെ അറിഞ്ഞോ അറിയാതൊക്കെ പറഞ്ഞു പോകാറുണ്ട്, എന്തൊരു സഭയായത്. പക്ഷെ നമ്മൾ മറക്കരുത്, സഭയുടെ മേലുള്ള നിയന്ത്രണവും ഭരണവും യേശുവിൻ്റെതാണ്. സഭയിൽ മനുഷ്യര് ഉണ്ട്, മനുഷ്യരാണ്. നമ്മൾ നേരെ കാണുന്നത് മനുഷ്യരാണ്. മാർപ്പാപ്പയാകട്ടെ, മെത്രാന്മാരാകട്ടെ, ആരുമാകട്ടെ, നമ്മളുടെ മുമ്പിൽ കാണുന്ന മനുഷ്യരെയാണ്. പക്ഷെ അത് സഭയ്ക്ക് 2 ഡയമെൻഷൻ ഉണ്ട്. സഭയെ പറ്റി ക്ലാസ്സിൽ പറയേണ്ടതാണെങ്കിൽ പെട്ടെന്ന് പറയാണ്. ഇപ്പം യേശുവിന് 2 ഡയമെൻഷൻ ഉണ്ടായല്ലോ, ദൈവത്വവും മനുഷ്യത്വവും. മനുഷ്യത്വം യേശുവിന് ഉണ്ടായിരുന്നതുകൊണ്ട് യേശുവിന് വിശന്നു, ദാഹിച്ചു, കോപിച്ചു, അങ്ങനെ പലതുമുണ്ട്. പക്ഷെ യേശു ദൈവമാണ്. ഒരേ സമയത്ത് ഇതുപോലെ സഭയ്ക്കും ഉണ്ട് കുറവുകൾ. മനുഷ്യരുൾപ്പെട്ട ഒരു സമൂഹമായ ഒരു സഭയിൽ ധാരാളം കുറവുകൾ ഇന്നും ഉണ്ടാകും. കർത്താവിന്റെ കാലത്തും ഉണ്ട്. സഭയുടെ നെടും തൂണുകളായ പത്രോസിന് കുറവുണ്ടായിരുന്നു, യാക്കോബിന് കുറവുണ്ടായിരുന്നു, യോഹന്നാന് കുറവുണ്ടായിരുന്നു. അതിലൊരാളാണ് യുദാസായിരുന്നു. അപ്പം സഭയിൽ മനുഷ്യർ, പക്ഷെ സഭയ്ക്ക് വേറെ ഡയമെൻഷൻ ഉണ്ട്. എന്താ? സഭയുടെ യഥാർത്ഥ ഭരണകർത്താവ്, സഭയെ ശരിക്കും നയിച്ചുകൊണ്ടിരിക്കുന്ന, ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവ് തന്നെയാണ്. ആ അർത്ഥത്തിലാണ്. ഈ അപ്പസ്തോല പ്രവർത്തനം നമുക്ക് അവിടെ തീരാൻ സമയമില്ലാത്തത് നമ്മൾ അവിടെ ക്ലോസ് ചെയ്യാണ്. ഈ സഭയുടെ ശക്തി മുഴുവൻ എവിടുന്ന പുറപ്പെടും? പലപ്പോഴും വിചാരിക്കാറുണ്ട്, ആ ഇടവപ്പിള്ള വിചാരിച്ചു നല്ല സ്മാർട്ട് ആയത് കാരണം ആ പള്ളി ശരിക്ക് കൊണ്ട് നടക്കുന്നുണ്ട്, ഭയങ്കര ആക്റ്റീവാണ് ആ പള്ളി, ഭയങ്കര സംഭവങ്ങളാണ് അവിടെ, അല്ലെങ്കിൽ ആ മെത്രാച്ചൻ ഭയങ്കര കഴിവുള്ളതായ കാരണം എല്ലാവരും കൂട്ടിപ്പിടിപ്പിച്ചാൽ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുക എന്നൊക്കെ പറയും. പക്ഷെ സത്യത്തിൽ നമ്മൾ കർത്താവിനെ മറക്കുകയാണ്. ഈ വികാരിച്ചനെ മെത്രാനൊക്കെ ആരാണ്? അപ്പോസ്തലപ്രവൃത്തി 20:28 പറയാണ്, യേശു സഭയെ തന്റെ രക്തം കൊടുത്താണ് നേടിയെടുത്തത്. അപ്പം ഈ സഭ എവിടെയെല്ലാം നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാർപ്പാപ്പയുടെ, മെത്രാന്റെ, വൈദികരുടെ, കന്യാസികളുടെ, അൽമായ പ്രതിനിധികളുടെ, പേഴ്സരുടെ പ്രവൃത്തിയാണ്. തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് ഈശോ ആ ഒരു ശാഖയില്, നമുക്കറിയാം ഈ ശാഖ ധാരാളം ഫലം പുറപ്പെടുത്തുന്നു. തായ്മരത്തിൽ ഒരു കായും ഉണ്ടാകുന്നില്ല, ശാഖകളിലാണ് കായെല്ലാം ഉണ്ടായി കിടക്കുന്നത്. പക്ഷെ ഈ ശാഖയ്ക്ക് താങ്ങ് നിർത്തുന്നത് തായ്മരവുമാണ്. ആ തായ്മരത്തെ അടിയിലെ വേരാണ് ഈ വളവും വെള്ളമൊക്കെ വലിച്ചെടുക്കുന്നത്. ഇതുപോലെയാണ് നമ്മുടെ കർത്താവിൽ നിന്നാണ് സഭയിൽ കാണുന്ന സകല നന്മകളുടെ ഉറവിടം ഒറ്റയാളെ ഉള്ള യേശു മാത്രം. നമ്മളൊക്കെ ദോഷമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സഭയ്ക്ക് ദോഷമാണ് നമ്മളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളുടെ വിശുദ്ധ ഇല്ലാത്ത ജീവിതം കൊണ്ടും, നമ്മുടെ മാതൃകയില്ലാത്ത ജീവിതം കൊണ്ടും, നമ്മുടെ അഹങ്കാരം കൊണ്ടും ഒക്കെ നമ്മൾ സഭയ്ക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ നന്മയല്ല, തിന്മയാണ്. പക്ഷെ ക്രിസ്തുവിൽ നിന്നാണ് സഭയിലുള്ള സകല നന്മകളുടെ ഉറവിടം ക്രിസ്തുവാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാകുന്നത്? ഈശോ അവസാനം പറഞ്ഞ വാക്കെന്താ? ഇതാ യുഗാന്തം വരെ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ സഭയിൽ സജീവനായ ക്രിസ്തുവുണ്ട്.
അവനാണ് സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സഭയിലൂടെ ഒത്തിരി പേര് ഇത് മനസ്സിലാക്കാതെ അഹങ്കരിക്കുകയാണ്. ഞങ്ങൾ അത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു, ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. നിങ്ങളുടെ ഒരാൾ പറയാൻ കേട്ടു, ഞങ്ങൾക്ക് മതകാലത്ത് ഒന്നും ഉണ്ടായിരുന്നു, ഞങ്ങളെ കൂടെ കഷ്ടപ്പെട്ടാണ് ഇങ്ങനെയാക്കിയത്, അങ്ങനെയാക്കി. അത് മനഃപൂർവ്വം പറയുന്നതല്ല. ഈ സഭയുടെ ഈ ദൈവിക മാനത്തെ പറ്റി യാതൊരു ജ്ഞാനവും ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ ബാക്കി ഇച്ചിരി ഭാഗമുണ്ട്. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ തുറന്നിട്ട് അടുത്ത പ്രാവശ്യം അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് കിടക്കാം. അത് വളരെ പ്രയാസമുള്ള വിഷയമാണ്. പരിശുദ്ധ ത്രിത്വത്തെ പറ്റിയാണ്. പരിശുദ്ധ ത്രിത്വം. അപ്പം ഈശോ പരിശുദ്ധത്തിലുള്ള വ്യക്തിയാണെന്നാണ് നമ്മുടെ ടോപ്പിക്ക്. അത് അടുത്ത പ്രാവശ്യം ആ അധ്യായം പല പ്രാവശ്യം വായിച്ചാലേ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വായിച്ചുകൊണ്ട് വരണമെന്ന് ഓർപ്പിക്കുകയാണ്. നമുക്ക് ഇനിയിപ്പം സമയം കഴിഞ്ഞേ പോയി, 5 മിനിറ്റ് ഇവിടെ ഉള്ളൂ. ഇന്നിപ്പോ പറഞ്ഞ കാര്യത്തെ പറ്റി എന്തെങ്കിലും അനുഭവങ്ങളോ, ഈ ചോദ്യം എന്ന് പറയുമ്പോൾ ചോദ്യം മാത്രമല്ല, നല്ല അനുഭവങ്ങളും പറയാം, നമുക്ക് കിട്ടിയ ഉൾക്കാഴ്ചകൾ പറയാം. അത് ഇപ്പം ഒരാൾക്ക് കിട്ടാത്തതായിരിക്കാം, ഇപ്പൊ നമ്മൾ പറയുമ്പോൾ അത് ആൾക്ക് കിട്ടിയെന്ന് വരും. അപ്പൊ അതൊന്നും പറയാം, ഉൾപ്പെടുത്തി നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്ക് ഉപയോഗിക്കാം. 5 മിനിറ്റ് കൂട്ടിയെടുക്കാം. ഷെയർ ചെയ്യാനായിട്ടുള്ള സമയമാണ്. അച്ഛൻ്റെ മിക്കവാറും അടുത്ത ആഴ്ച അച്ഛൻ 4ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമായിരിക്കും. ഇന്ന് ഈ 3ാമത്തെ ചാപ്റ്ററിന്റെ അവസാനം ഈശോ ഹീസ് ദ ലോർഡ് ഓഫ് മരിച്ചവരെയും ജീവിക്കുന്നവരെയും രക്ഷിക്കാനായിട്ട് വന്നെന്നുള്ളത് 1 പീറ്ററിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന സെന്റൻസ് അച്ഛൻ ആദ്യം തുടക്കത്തിലൊന്ന് പറഞ്ഞായിരുന്നു. എല്ലാവരുടെയും പാവങ്ങൾക്കായി നീതി കെട്ടവർക്ക് വേണ്ടി നീതിമാനായി ഒരിക്കൽ മരിച്ചു, ശാരീരികമായി മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചു. അപ്പോ ഡൈഡ് ഇൻ ബോഡി ആൻഡ് ഉയർത്തെഴുന്നേറ്റത് സ്പിരിറ്റിലാണ്, റോസ് അപ്പ് ഇൻ സ്പിരിറ്റ്. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? ഹിസ് റിസറക്ഷൻ വാസ് ഇൻ സ്പിരിറ്റ്, ഡെത്ത് വാസ് ഇൻ ബോഡി. അതൊന്ന് അതെ. അപ്പൊ റിസറക്ഷനും ബോഡിയിൽ തന്നെയാണെന്ന് സത്യവിശ്വാസം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളത് ഏതെങ്കിലും ക്ലാസ്സിൽ കണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് വരും. നമ്മുടെ പുസ്തകത്തിൽ യേശുവിന്റെ ഉയർപ്പിനെ പറ്റി വളരെ വിസ്തരിച്ചൊരു പഠനം തന്നെ വരുന്നുണ്ട്. ഇപ്പൊ ഈ ചോദിച്ച സ്ഥിതിക്ക് അത് സൂചിപ്പിക്കാം. അതായത് കർത്താവിന്റെ ഉയർപ്പ് എന്ന് പറയുന്നത് ഉയർത്തു കഴിഞ്ഞപ്പോഴുള്ള ശരീരം പഴയ ശരീരമാണോ? അല്ല, ബോഡിയാണ്. ബട്ട് ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ബോഡി. അപ്പം അതുകൊണ്ടാണ് കർത്താവിനെ ശരീരത്തിലൂടെ തന്നെ മുറിക്കകത്ത് കതക് തുറക്കാതെ കത്ത് കയറാൻ പറ്റുന്നത്. പിന്നെ ശിഷ്യന്മാരുടെ കൂടെ ഉയർപ്പിന് ശേഷം 40 ദിവസങ്ങൾ കർത്താവ് കൂടെ പ്രത്യക്ഷപ്പെട്ട് അവരോട് സംസാരിക്കുന്നു. അതേസമയം തന്നെ വെറുതെ ഒരു മായയല്ല. അതുകൊണ്ടാണ് അവരുടെ മുമ്പിൽ നിന്ന് കർത്താവ് മറുത്ത മീനെടുത്ത് തിന്ന് കാണിച്ചു കൊടുത്തു. ഇത് നമ്മൾ ഓർക്കണം. ഡിവിനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്ന ഒരു രഹസ്യമല്ല. നമുക്ക് ഏറെക്കുറെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനല്ലാതെ അതിന്റെ അറ്റം വരെ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് പ്രയാസമാണ്. അപ്പൊ ശരീരത്തിൽ കർത്താവ്, മരിച്ച കർത്താവ്, ഉയർത്ത കർത്താവ്, പഴയ ബോഡി അല്ല എന്ന് ഉറപ്പാണ്. അത് നമ്മുടേത് പോലുള്ളൊരു ബോഡിയായിരുന്നു. പക്ഷെ ഇതും പൗലോസ് അപ്പോസ്തലൻ മരിച്ചവർ ഉയർപ്പിനെ പറ്റി 1 കൊരിന്ത്യർ 15 പറയുമ്പോൾ എടുത്ത് പറയും. ഇത് തന്നെ പറയുന്നുണ്ട്, നമ്മളൊരു പുതിയ ശരീരം ധരിക്കും. അത് ശരീരം തന്നെയാണ്, വെറും ഒരു മായയല്ല, സ്പിരിറ്റ് അല്ല, വെറും ഒരു അരൂപിയല്ല, ശരീരം തന്നെയാണ്. പക്ഷെ ആ ശരീരത്തിന്റെ അവസ്ഥ സ്വർഗീയ ശരീരം എന്ന പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നു ആ വാക്ക്, സ്വർഗീയ ശരീരം. അത് എന്നാന്ന് നമുക്കിപ്പോ അറിയാൻ പറ്റില്ല. നമ്മൾ സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം കിട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും, അല്ലേ? അപ്പൊ സെന്റ് തോമസ് ആ കൈവരൽ ഇടുന്നതിലൊന്നും വലിയ അതെന്തായിരുന്നു? അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ആ പഴയ ബോഡി തന്നെയല്ല അന്ന് കാണിച്ചു കൊടുത്തത്. പഴയ ബോഡിയല്ല കാണിച്ചു കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും പഴയ ബോഡിയല്ല. പഴയ ബോഡി ആയിരുന്നെങ്കിൽ സ്ഥലകാല പരിമിതിക്ക് നിന്ന് പോയനെ. കർത്താവ് ടൈമിനും പ്ലേസിനും അതീതനായല്ലോ. അതുകൊണ്ടാണല്ലോ അവരിരുന്ന മുറിക്കകത്തേക്ക് പെട്ടെന്ന് വന്ന് കയറാൻ പറ്റുന്നതൊക്കെ.
ആ, പക്ഷെ ബോഡിയാണ് താനും. അതുകൊണ്ടാണല്ലോ ശരിക്കും കാണിച്ചു കൊടുത്തത്. വെറുതെ ഒരു വിഷൻ കണ്ടതല്ല. തോമസിനെ നേരിട്ട് കാണുകയാണ്, കർത്താവ് ശരീരത്ത് തന്നെ നിൽക്കുന്ന കാണുകയാണ്. ആ. അപ്പൊ ഇത് വലിയ രഹസ്യമാണ്. ഇത് പറഞ്ഞ കൂട്ടത്തിലാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് എമ്മാവു ശിഷ്യന്മാരുടെ കാര്യം. എമ്മാവു ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ 12 കിലോമീറ്റർ കർത്താവ് നടക്കുന്നുണ്ട്. മനസ്സിലാകുന്നില്ല, ബോഡിയിലാണ് നടക്കുന്നത്. ബോഡിയുണ്ട് ആ സമയത്ത് കർത്താവ്, ഉയർത്ത ബോഡിയാണെന്ന് മാത്രം. സംസാരിക്കുന്നുണ്ട്. സംസാരിക്കണമെങ്കിൽ നാവ് വേണ്ടേ? കർത്താവ് സംസാരിക്കുന്നുണ്ട്. കർത്താവിന്റെ സ്വതസിദ്ധമായ ശൈലി എപ്പോഴും പഴയ നിയമം കോട്ടി അതൊക്കെ കേട്ടിട്ടൊന്നും ഇവർക്ക് ആളെ മനസ്സിലാകുന്നില്ല. പക്ഷെ പരിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോഴേക്ക് മനസ്സിലായി. അതെന്തൊരു അല്ലെ, അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ കുർബാനയുടെ മഹത്വത്തെ പറ്റി പറയുമ്പോഴേ ഒരു കമന്റ് കൂടെ പറഞ്ഞിട്ട്, അനുഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കൊള്ളാം. അതായത് നമ്മൾ ഈ പെസഹയുടെ സമയത്ത്, ഉയർപ്പിന്റെ ദിവസം, we are giving too much emphasis to the bodily resurrection of Jesus. ആ കർത്താവ് ഉയർത്തെഴുന്നേൽക്കും, മണിയൊരുക്കും. ചിലപ്പോൾ നാട്ടിലും മറ്റൊക്കെ ഒരുപാട് ഈ പാർക്കലിൽ പൊട്ടിച്ച് പുറത്തു വരുന്നതും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സ്പിരിച്വൽ, എന്നാ പറയുക, സ്പിരിച്വൽ റിസറക്ഷൻ, അതൊന്നും നമ്മൾ ഒരിക്കലും പറഞ്ഞു തരാറില്ല. ഇതൊന്നുമില്ല. ശരീരമായി ആ ശരീരം കിട്ടി എന്നുള്ളത് കാണിക്കുകയാണ്, പഴയ ശരീരം തന്നെ എന്ന് പറയുന്നില്ലെങ്കിലും അങ്ങനെയാണ് ഞങ്ങളെയൊക്കെ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചു പോവുകയാണ് നമ്മൾ. ശരിയാവും. അത് ഈ പ്രബോധനങ്ങളുടെ കുറവ് ഒരുപാടുണ്ട്. നമുക്ക് സംഭവിച്ചത് മുഴുവൻ നമ്മൾ ഈ ആചാര അനുഷ്ഠാനങ്ങളോട് ചുരുങ്ങിപ്പോയി എന്നുള്ളത്. ഈ ആചാരാനുഷ്ഠാനം വേണമെന്നില്ല, അതിനെല്ലാം ജ്വലിപ്പിക്കുന്ന, അതിനുള്ള അർത്ഥം തരുന്ന ഈ പ്രബോധനം, ടീച്ചിങ് നമ്മുടെ ജനത്തിന് ഇല്ല. അതിനുള്ള ആഗ്രഹവും ഇല്ല. ആൾക്കാർക്ക് അതിനുള്ള ആഗ്രഹമില്ല. ഈ 40% മാർക്ക് മേടിച്ച് ജയിച്ചാൽ മതി എന്നുള്ളതാണ് ആളുകളുടെ വിചാരം. ദൈവത്തിന് സ്തുതി. മറ്റാരെങ്കിലും? യേശുവിന്റെ അധികാരത്തെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഈശോയുടെ പൗരോഹിത്യത്തിന്റെ സ്ഥലത്ത് പറയുന്ന കർത്താവ് ശപഥം ചെയ്തിട്ടുണ്ട്, അവൻ മനസ്സ് മാറ്റുകയില്ല, നീ എന്നേക്കും പുരോഹിതനാണെന്ന് തന്നോട് പറഞ്ഞവന്റെ ശപഥത്തോടു കൂടിയാണ് പുരോഹിതനായത്. ആ ശപഥത്തെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാവോ? എന്താണ് ആ ശപഥം? എനിക്കറിയാവുന്നത് പറയാം. അതായത് ഈ മറ്റെല്ലാ പൗരോഹിത്യത്തിനും മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. അഹറോനെയാണ് ശരിക്കും കർത്താവ് പുരോഹിതനായിട്ട് നിയമിച്ചതെങ്കിൽ അഹറോൻ മരിച്ചുപോയി. അടുത്ത പുരോഹിതൻ വരേണ്ടി വന്നു. അതും അദ്ദേഹവും മരിച്ചു, അടുത്ത ആൾ വരേണ്ടി വന്നു. പക്ഷെ അതുകൊണ്ട് ആ പൗരോഹിത്യത്തിന് സ്ഥായി സ്വഭാവം ഉണ്ടായില്ല. ഇവിടെ ദൈവമായ കർത്താവ് യഹോവ ശപഥം ചെയ്ത് പറയാണ്, ഇവനാണ് എന്നേക്കുമുള്ള പുരോഹിതൻ. അപ്പൊ അത് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ അനന്യത, അതുല്യത മാത്രമല്ല, ആ ഏക പൗരോഹിത്യത്തിനെ ഉള്ളൂ പൗരോഹിത്യം ആയിട്ട്. ബാക്കിയുള്ളതൊക്കെ ഒന്നില്ല പഴയ നിയമത്തിലുള്ളതെല്ലാം പ്രതീകങ്ങളായിരുന്നു, മുന്നോടികളായിരുന്നു. അല്ലെങ്കിൽ മറ്റെല്ലാ മതങ്ങളിലും നമുക്കറിയാലോ, എല്ലാ മതങ്ങൾക്കും പുരോഹിതന്മാരുണ്ട്. അവർക്കെല്ലാം പൗരോഹിത്യ ശുശ്രൂഷ ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും യഥാർത്ഥ പൗരോഹിത്യമല്ല. ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ മാത്രമേ പിതാവ് അംഗീകരിച്ച പൗരോഹിത്യം, അതായത് ശപഥം ചെയ്ത് പറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അതിനേക്കാൾ കൂടുതൽ അർത്ഥമൊന്നും എനിക്ക് അറിയില്ല. നമുക്കതേപ്പറ്റി അന്വേഷിക്കാം, ഒന്നും കിട്ടുകയാണെങ്കിൽ പങ്കുവയ്ക്കാം. താങ്ക് യു.